വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുകയാണ് കേരളം. സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നാടിന്റെ ചേർത്തുപിടിക്കലിന്റെ നേർസാക്ഷ്യമായി. ഒന്നാം ഘട്ടത്തിൽ 178 വീടുകളുടെ താക്കോലാണ് കൈമാറിയത്. ദുരന്തബാധിതർക്ക് വേഗത്തിൽ വീടുകൾ നിർമ്മിച്ച് കൈമാറുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസും. കൽപ്പറ്റ MLA ടി സിദ്ദിഖാണ് ഇന്നിപ്പോൾ ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. സിദ്ദിഖ്, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ സന്തോഷമുള്ള അല്ലെങ്കിൽ ഒരു ആശ്വാസമുള്ള സമയമായിരിക്കുമല്ലോ ഇത് തീർച്ചയായും. കാരണം ആ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് അവരുടെ അതിജീവനത്തിൻ്റെ പാതയിൽ കൈപിടിച്ച് ഉയർത്താൻ എല്ലാവരും ഒത്തുചേരുന്നു. ആദ്യഘട്ടമായി ലീഗിൻ്റെ വീടുകൾ അവിടെ കൈമാറി. ഇപ്പോൾ സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായുള്ള വീടുകളിൽ 178 വീടുകൾ കൈമാറി. ആ നിലയ്ക്ക് നോക്കിയാൽ ആ എന്നും കാണുന്ന ഒപ്പം നിൽക്കുന്ന ആളുകളുടെ അതിജീവനത്തിൽ ആ കൂടെ ചേരുമ്പോഴുള്ള ഒരു ആശ്വാസം ഉണ്ടല്ലേ? തീർച്ചയായും ഇതിൽ നേരത്തെ തന്നെ പല സന്നദ്ധ സംഘടനകളും അതുപോലെ ഓരോ മേഖലയിലുള്ള സംഘടനകളും സ്ഥലമെടുത്ത് ഭവന നിർമ്മാണം പലരും പൂർത്തീകരിച്ചു. നേരത്തെ തന്നെ കോട്ടത്തറ പഞ്ചായത്തിൽ 20ഓളം വീടുകൾ, 25ഓളം വീടുകൾ മേപ്പാടി പഞ്ചായത്തിൽ, ഇതൊക്കെ നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വളരെ നല്ല ഒരു പ്രോജക്റ്റ് ആവിഷ്കരിച്ച് 52 വീടുകളുടെ താക്കോൽദാനമാണ് ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഭാഗത്തു നിന്ന് 28-ാം തീയതി അവർ നിർവഹിച്ചത്. ഇന്നലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് 178 വീടുകൾ നൽകാൻ സാധിച്ചു. കോൺഗ്രസ് വിഭാവനം ചെയ്ത 100 വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം കഴിഞ്ഞു. അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ബാക്കിയുള്ളതായിരിക്കുന്ന സ്ഥലം എടുക്കാനുള്ള നടപടികളും അഡ്വാൻസ് കൊടുക്കലും മറ്റു കാര്യങ്ങളൊക്കെയായി അതും രണ്ടാം ഘട്ടത്തിലേക്കുള്ള സ്ഥലമെടുപ്പും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർത്തും ആശ്വാസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ദുരന്തബാധിതരായ ആളുകളെ സംബന്ധിച്ചും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചും ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ അതിൽ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ അതിൽ പങ്കാളിയാവാനും ഏകോപനം നടത്താനും അവരൊക്കെയായി ഒന്നിച്ചു മുന്നോട്ട് പോകാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇതിൽ നാടൊന്നാകെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യമുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നു. ഇന്നലെ നോമ്പ് തുറന്ന് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് മുസ്ലിം ലീഗിൻ്റെ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായ ആ സ്ഥലത്തേക്കാണ്. അതിന് ഒരു കാരണമുണ്ട്. ആ കാരണം അവിടെ ആ പരിപാടി കഴിഞ്ഞ് അവർ 6000-ഓളം ആളുകൾക്ക് ഭക്ഷണം ക്രമീകരിച്ചു. ആ ഭക്ഷണം നോമ്പുതുറ ഭക്ഷണം അത് പൂർണ്ണമായും നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ കുറേ ആളുകൾക്ക് ഭക്ഷണമില്ലാതെ വന്നു. നോക്കുമ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് ശ്രീ കൃഷ്ണരാജിൻ്റെ വീട്ടിൽ നോമ്പ് തുറയും പ്രയറും നടക്കുകയാണ്. മാത്രമല്ല KK ജംഗ്ഷനിലുള്ളതായിരിക്കുന്ന സെൻറ്റ് തോമസ് ചർച്ചിൽ അവിടെ ആളുകൾ പ്രയർ നടത്തുകയാണ്. ആ പള്ളിയുടെ ഉമ്മറത്ത് അവിടെ പള്ളിക്കാർ സൗകര്യം ചെയ്ത് അവിടെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്നലെ രാജുവിൻ്റെ വീട്ടിൽ അച്ഛനെ ഞാൻ വിളിച്ചു. അച്ഛൻ മാനന്തവാടിയായിരുന്നു. ഞാൻ കൃഷ്ണരാജിൻ്റെ രാജുവിൻ്റെ ഒരുപാട് വീടുകളിൽ കയറി. അവിടെ പൂർണ്ണമായി എനിക്ക് പോകാൻ പറ്റിയില്ല. അവരൊക്കെ ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് ഒരു നാട് ഈ വിഷയത്തിൽ ഈ കാര്യത്തിൽ ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നിൽക്കുകയാണ്. അത് ആരാവട്ടെ, അത് സർക്കാരാവട്ടെ, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാകട്ടെ, അത് ഏതെങ്കിലും പാർട്ടികളാകട്ടെ, സന്നദ്ധ സംഘടനകളാകട്ടെ, ഈ കാര്യത്തോടുള്ളതായിരിക്കുന്ന സ്നേഹവും ഐക്യപ്പെടലും ചേർത്ത് നിർത്തലും അത് കൽപ്പറ്റയും വയനാടും വല്ലാതെ കാത്തു സൂക്ഷിക്കുക. അതിൻ്റെ ഒരു നല്ല ആശ്വാസകരമായ മുഹൂർത്തമാണ് വയനാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ കാര്യത്തിൽ പരിമിതികളുണ്ട്. പരിമിതി എന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ വേഗതയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് സർക്കാരിനോടും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായും. എന്തായാലും ഒരു കാര്യമുണ്ട്, ടി സിദ്ദിഖ് ഏത് അളവ് വരെ അവിടെ ആ വിഷയത്തിൽ അവിടുത്തെ പ്രദേശവാസികളോട് ചേർന്ന് നിന്നു എന്നുള്ളത് നേരിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ദുരന്ത ഭൂമിയിൽ വന്ന സമയത്തൊക്കെ ആ കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. കാരണം ആ ദുരന്തമുണ്ടാകുന്ന ഘട്ടത്തിൽ സജീവമായി അവിടെ മറ്റെല്ലാ സംഘടനകൾക്കുമൊപ്പം വ്യക്തിപരമായി തന്നെയും ആ നിലയ്ക്ക് വളരെ ആക്റ്റീവായി ഇടപെടുന്നത് നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വീടുകളുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇങ്ങനെ എങ്ങും എത്താതെ നീണ്ടുപോയ സമയത്തൊക്കെ അതിൻ്റെ പാപഭാരം പക്ഷേ പൂർണ്ണമായി ചുമക്കേണ്ടി വന്ന
ആൾ എന്നുള്ള ഒരവസ്ഥയിലേക്ക് ടി സിദ്ദിഖ് മാറുന്നതും നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ അതൊന്നും ടി സിദ്ദിഖിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളല്ല, താങ്കളുടെ കുഴപ്പം കൊണ്ടല്ല എന്നും മാറി നിന്ന് നിരീക്ഷിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇല്ലാത്ത പാപഭാരം ചുമക്കേണ്ടി വന്നു എന്നുള്ളൊരു സങ്കടമുണ്ടോ? അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഞാൻ അതിനോടനുബന്ധിച്ച് വേറൊരു കാര്യം ഇവിടെ പറയണം. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള പൊളിറ്റിക്കൽ സമീപനങ്ങൾ പലരും സ്വീകരിക്കും, എല്ലാവരും സ്വീകരിക്കാറുണ്ട്. അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബത്തേരിയിൽ NM വിജയേട്ടൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട്, ബത്തേരി അസംബ്ലിയിലാണ് ആ സംഭവം. ഞാൻ പാർട്ടി എന്നോട് പറഞ്ഞു അതിലൊരു ഏകോപനത്തിലൊന്ന് പങ്കാളിയാവണം, ഞാനും വേറെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിൽ പങ്കാളിയായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആക്രമണം മുഴുവൻ എനിക്കെതിരായിരുന്നു. കൊട്ടേഷൻ ക്രിമിനൽ മാഫിയ സംഘത്തലവൻ എന്ന് പറഞ്ഞാണ് എനിക്കെതിരെ കൽപ്പറ്റ ടൗണിൽ LDFൻ്റെ CPM മുൻകൈ എടുത്താണ് പരിപാടി നടന്നത്. അപ്പോൾ ഒരു എന്താ ഫേസ് തകർക്കുക എന്നുള്ള ഒരു അജണ്ട നേരത്തെ അവിടെ ചില ആളുകൾ, എല്ലാവരും ഇല്ല, ചില ആളുകൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നിർമ്മിക്കുന്നതായിരിക്കുന്ന വീട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ക്രൗഡ് ഫണ്ടിങ്ങിനുള്ള സമീപനം സ്വീകരിച്ച് ചെറിയ ഫണ്ട് ലഭ്യമായതാണ്. അതിൽ നിന്ന് കോൺഗ്രസ്സിന് ഒരു കാരണവശാലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നുള്ളത് മാത്രമല്ല, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ശ്രീ KC വേണുഗോപാലും ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള താല്പര്യമെടുത്ത് മുന്നോട്ട് പോകുന്ന സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം രാഹുൽ ഗാന്ധി തന്നെ വന്ന് നിർവഹിച്ചത്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇൻറ്റേർണൽ മീറ്റിംഗ് ഒക്കെ ഞങ്ങൾക്ക് വന്ന പ്രതിസന്ധി അതിൽ സ്ഥലലഭ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞങ്ങളൊരു 10-22-25ഓളം വരുന്ന സ്ഥലം പരിശോധിച്ച് അവസാനം ഞങ്ങൾ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിലെ സ്ഥലം, അത് 3ഓളം ആളുകളുടെ കയ്യിലായിരുന്നു. അവരുടെ ആയിട്ടുള്ള സംസാരം ഞങ്ങൾ പൂർത്തി. അതിൽ ഒരാൾ ഉടമ കായംകുളത്തായിരുന്നു, ഒരാൾ ഞങ്ങളുടെ ആ ഭാഗത്ത് തന്നെയുള്ള വിൽസന്റെ ഫാമിലിയാണ്, വേറൊരാളുടെ കോഴിക്കോടുള്ള ഒരാളും, 3 ആളുടെ സ്ഥലം ഞങ്ങൾ ഫൈനൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ ഒത്തിരി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് ശേഷമാണ് ഇതൊന്നും ഞങ്ങൾ പുറത്തേക്ക് പറഞ്ഞില്ല. ഇതിന് ശേഷം ഞങ്ങൾ പ്രൈസ് ഉൾപ്പെടെ ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കത്ത് ലാൻഡ് ബോർഡിന് കൊടുത്തിരുന്നു. ഈ ലാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലീഗൽ അഡ്വൈസ് പോസിറ്റീവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ലാൻഡ് ബോർഡിലെ പരിശോധനയും വക്കീലിൻ്റെ പരിശോധനയും ഒന്നിച്ച് ഞങ്ങൾ നടത്തിയപ്പോൾ അവസാനം അവർ ഒരു കത്ത് തന്നു, ഈ പരിശോധനയിൽ ഇതുവരെ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ലീഗിൻ്റെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കുഴപ്പം വളരെ രീതിയിൽ നടക്കുകയാണ്. അതിനെതിരെ CPM പ്രചരണ ജാഥയും നടത്തുകയാണ്, വലിയ രീതിയിലുള്ള കോലാഹലം നടത്തുകയാണ്. അപ്പം ഞാൻ ഒരു കത്ത് കൂടെ കൊടുത്തു ലാൻഡ് ബോർഡിൻ്റെ ചെയർമാന്, നിങ്ങളിതിൽ ഇതുവരെ എന്ന് പറഞ്ഞ പോരാ, നിങ്ങൾ പൂർണ്ണമായും ഇത് പരിശോധിച്ചുണ്ടോ ഇല്ലയോ എന്ന് പറയണം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു കത്ത് തരികയാണ്. 1970കളിലെ എക്സസ് ലാൻഡുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന രചനാമ്മാൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരിൽ ഇതിൽ കേസ് നിലവിലുള്ള ഭൂമിയാണ്. ഞങ്ങൾ അവിടെ വെച്ച് അത് നിർത്തേണ്ടി വന്നു. പിന്നെ അടുത്ത ഭൂമിക്കുള്ള ഓട്ടമാണ്. അങ്ങനെ ലാൻഡ് ഇഷ്യൂ എത്ര ഡോക്യുമെൻ്റ് പരിശോധിച്ചു, ലീഗൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ലാൻഡ് ബോർഡ് പരിശോധന, അങ്ങനെ തുടങ്ങി എത്ര സ്ഥലം കണ്ടു. അതാണ് ഞങ്ങൾക്ക് വൈകാനിടവന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. അത് മനസ്സിലാകും. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം, സർക്കാരിൻ്റെ ഈ പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പുനരധിവാസ പ്രോജക്റ്റ് വളരെ കാര്യക്ഷമമായി നടപ്പാവുന്നതാണെന്നുള്ള കാര്യത്തിൽ സിദ്ദിഖിനും തർക്കമൊന്നും കാണില്ല. കാരണം നമ്മൾ സമാനതകളില്ലാത്ത രീതിയിൽ വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം പ്രവർത്തനം ഏതാണ്ട് അവർ പൂർത്തിയാക്കി. അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ആർക്കും പരാതിയില്ല, അവിടെ വരാനിരിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച് പരാതിയില്ല. അത് ഏത് സ്ഥലത്താണ് ഈ പ്രോജക്റ്റ് വന്നിരിക്കുന്നത്, പുനരധിവാസ പദ്ധതി വന്നിരിക്കുന്നത്, ഈ വീടുകൾ വന്നിരിക്കുന്നത് എന്നത് സംബന്ധിച്ച്, ആ ഭൂമിയുടെ വാല്യൂവിനെ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷേ ഇത് ഈ മട്ടിൽ നടപ്പാകും എന്ന് ആരും ആ സമയത്ത് കരുതിയിരുന്നുമില്ല. ആ ചിന്തയാണോ ഒരുപക്ഷെ സമാന്തരമായി മാറി നിന്നൊരു പദ്ധതിയായി നടപ്പാക്കാമെന്ന് കോൺഗ്രസിനെ അങ്ങനെ ഒരു ആലോചനയിലേക്ക് കൊണ്ടുപോയത്? യഥാർത്ഥത്തിൽ ഇങ്ങനെയായിരുന്നു ഇത് നടപ്പാവുന്നതെങ്കിൽ അതിനോട് സഹകരിക്കുന്നതായിരുന്നു കൂടുതൽ നല്ലത് എന്ന് തോന്നുന്നില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. അതിൻ്റെ പ്രശ്നം എന്താണ്, എനിക്കിത് നേരത്തെ തന്നെ ഇതിൻ്റെ അപകടകരമായ സാഹചര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സർക്കാർ മാനദണ്ഡം ഫിക്സ് ചെയ്തതോടുകൂടി നിരവധി ആളുകൾ ഇതിൽ നിന്ന് ടെക്നിക്കലി റീജിയണലി പുറത്താകും എന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടായിരുന്നു.
ഞാൻ ആ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തിൻ്റെ യോഗം നടക്കുമ്പോൾ ഞാൻ ഇതിൽ കാര്യം വിശദീകരിച്ച് ഞാൻ സംസാരിച്ചതാണ്. റേഷൻ കാർഡിൻ്റെ ഇഷ്യൂ, പിന്നെ 50 മീറ്റർ എന്ന് പറയുന്ന ജോൺ മത്തായിയുടെ കേസ്, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ എന്നുള്ളതിൽ ഇവരെടുക്കുന്ന മാനദണ്ഡങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധിയായ കാരണങ്ങൾ കൊണ്ട് പല കുടുംബങ്ങളും പുറത്താണ്. പാടികളിൽ ഒരു പാടിയുടെ പാതി താമസിക്കുന്നവരുണ്ട്, പാതി താമസിക്കുന്നവരില്ല. ഞാൻ അസംബ്ലിയിൽ പറഞ്ഞ പേരാണ്. അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ. പിന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങൾ നോക്കണം, മാട്രക്കുന്ന്, ഗോപിമൂല, പിന്നെ അട്ടമല, അങ്ങനെ തുടങ്ങി ഞാൻ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള നിരവധി സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾ, വന്യമൃഗശല്യം രൂക്ഷമായി 1-2 വീടുകൾ മാത്രം ആ വീടിന് വിള്ളലോട് കൂടി കിടക്കുകയാണ്. സർക്കാർ ലിസ്റ്റിൽ വന്നിട്ടില്ല. ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നിരവധി, ഇതിനകത്ത് കിടക്കുന്ന ആളുകൾ, തറയിട്ട ആളുകൾ അവർ വന്നിട്ടില്ല. അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ട്. ആ ഒരുപാട് പേര് ഇപ്പോഴും പുറത്ത് കിടക്കുകയാണ്. ഈ പുറത്ത് കിടക്കുന്നതായിരിക്കുന്ന ആളുകളുടെ നിവേദനങ്ങൾ എൻ്റെ ഓഫീസിലുണ്ട്. ഞാൻ കലക്ടർക്ക് കൊടുത്തു, ഞാൻ ഗവൺമെൻറ്റിന് കൊടുത്തു. നടപടിയായിട്ടില്ല, തീരുമാനമായിട്ടില്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, 19 മാസമായിട്ടും പുനരധിവാസത്തിൻ്റെ ലിസ്റ്റ് പൂർത്തീകരിക്കാൻ ഈ ഗവൺമെൻറ് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? വളരെ ക്ലിയറാണ്. അക്കാര്യത്തിൽ ഓരോ ഘട്ടത്തിലും അതിന്റെ മാനദണ്ഡങ്ങളിൽ അല്ലെങ്കിൽ മാറ്റം വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾക്ക് പോകാവുന്ന സ്ഥലം, പോകാനാവാത്ത സ്ഥലം, ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള പുനരാലോചന, ഇതിലൊക്കെ ഇപ്പോൾ പൊതുവെ ഈ പുനരധിവാസ പദ്ധതി നടപ്പാക്കുമ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രശംസിക്കുന്നത് കളക്ടറെ കൂടിയാണ്. അവിടുത്തെ കളക്ടർ കാര്യക്ഷമമായി ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന്. ഈ പട്ടിക തയ്യാറാക്കുന്നതിലും ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കളക്ടറുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അതിൽ വീഴ്ചയുണ്ട് എന്നാണോ താങ്കൾ ആരോപിക്കുന്നത്? അല്ല, അവിടെയാണ് പ്രശ്നം. കലക്ടറുടെ നേതൃത്വത്തിൽ ഉള്ളത് DDMA ആണ്. കലക്ടറാണ് DDMAയുടെ ചെയർമാൻ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കലക്ടറാണ്. അതേസമയത്ത് മാനദണ്ഡം ഫിക്സ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ജോൺ മത്തായിയെ കൊണ്ടുവന്നത് ഗവൺമെൻറ്റാണ്. 50 മീറ്റർ എന്നുള്ള തീരുമാനമെടുത്തത് ഗവൺമെൻറ്റാണ്. ഫേസ് 1, ഫേസ് 2A, ഫേസ് 2B എന്ന് തീരുമാനിച്ചത് ഗവൺമെൻറ്റാണ്. നേരത്തെ 3 വാർഡും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞത് റവന്യൂ മന്ത്രിയാണ്. ആ 3 വാർഡും ഉൾപ്പെടുത്താതെ ഈ മാനദണ്ഡത്തിലേക്ക് ചുരുക്കിയത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് ആ മാനദണ്ഡത്തിനനുസരിച്ച് ആക്ട് ചെയ്യാൻ മാത്രമേ DDMAക്ക് സാധിക്കുകയുള്ളൂ. അവിടെയാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ നിരവധി ആളുകൾ പുറത്തായി. പിന്നെ വളരെ ഹസാഡസ് ആയിട്ടുള്ള ഏരിയ. അപ്പം ഞാൻ പറയാം, പുത്തുമല ദുരന്തം ഉണ്ടായല്ലോ. ആ പുത്തുമല ദുരന്തം ഉണ്ടായ സ്ഥലത്ത് അവരെ ദുരന്തബാധിതർക്ക് വേണ്ടി നിർമ്മിച്ചതായിരിക്കുന്ന വീടുകൾ, ആ ഹർഷം പദ്ധതിയിലെ വീട് മുഴുവൻ സമ്പൂർണ്ണമായി ചൂരുകയാണ്. ഞാൻ എത്ര തവണ ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ഒരു പുനരധിവാസം ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയതാണ്, ചോരുകയാണ്. ആ ചോർച്ച പരിഹരിക്കാനുള്ള നടപടി എടുക്കണമെന്ന് പറഞ്ഞു. നടപടി എടുത്തില്ല. മീറ്റിംഗ് വിളിക്കണമെന്ന് പറഞ്ഞു. മീറ്റിംഗ് 1-2 കൂടി, നടപടിയായിട്ടില്ല. മാത്രമല്ല, ഞാൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, NT അബു സക്കീർ, എനിക്കിപ്പോഴും ആ പേര് എൻ്റെ ബൈഹാർട്ടുണ്ട്, ലിസ്റ്റിൽ നിന്ന് ഒഴിവായി പോയവരാണ്, ഐസൊലേറ്റഡ് ആണ്. ഇപ്പോഴും റെഡ് സോൺ ഏരിയയിൽ, പുത്തുമലയിൽ റെഡ് സോണിൽ താമസിക്കുന്നവരാണിപ്പോൾ. ഇപ്പോഴും റെഡ് സോണിൽ. അന്ന് മന്ത്രി രാജൻ എന്നോട് പറഞ്ഞ മറുപടി, അങ്ങനെയുള്ളതായിരിക്കുന്ന വാദം തന്നെ ശരിയല്ല, അത് തെറ്റാണെന്നാണ് പറഞ്ഞു. അപ്പോൾ പാളിച്ചകൾ ഒരുപാടുണ്ട്. പക്ഷെ പാളിച്ചകൾ തിരുത്തിയില്ലെങ്കിൽ വരുന്ന മെയ് ജൂണോട് കൂടി തിരുത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു, ആര് ഈ കാര്യങ്ങൾ ചെയ്താലും അതിനോട് പോസിറ്റീവാണ് നമ്മളെല്ലാവരും. കാരണം ആ ഭൂമിയുടെ ഒരവസ്ഥ നിങ്ങൾ പരിശോധിക്കണം, ആ സാഹചര്യം ഒന്ന് പരിശോധിക്കും. 2024 ജൂലൈ മാസം 30-ാം തീയതി ദുരന്തമുണ്ടായപ്പോൾ പുലർച്ചെ 1:45-50 കൂടി പിന്നെ മുണ്ടുപോലും മാറ്റാതെ ഓടിയ ആളാണ് ഞാൻ ഓടുന്ന സമയത്ത് ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വേണു, എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. 3ാമത്തെ റിങ്ങിൽ ആ മനുഷ്യൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി വിളിച്ചു, മുഖ്യമന്ത്രി എന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ പല മന്ത്രിമാരെ വിളിച്ചു, ഞാൻ SP വിളിച്ചു, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു, ഞാൻ പലരെയും വിളിച്ചു. ആ പോകുന്ന പോക്കിന് കിട്ടാവുന്ന എൻ്റെ മൊബൈലിലേക്ക് വാട്സപ്പ് കോളുകളിൽ പിന്നെ വാട്സപ്പിൽ കരച്ചിലിൻ്റെ ശബ്ദം വരികയാണ്. എൻ്റെ കൂടെ പഠിച്ച ജമീല വക്കീൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാനിപ്പോൾ പോകുമെന്ന് പറഞ്ഞ് കരയാണ്. നമ്മുടെ അറിയുന്നവരും അറിയാത്തവരും കരയാണ്. വല്ലാത്തതായ ഭീതിതമായ ഒരു സാഹചര്യമാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ ദുരന്ത സമൂഹത്തിൻ്റെ കൂടെ കൃത്യതയോടുകൂടി നിന്ന് പോകാൻ പറ്റുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സനീഷ് അന്ന് വന്ന് നമ്മളൊക്കെ ഇത് അനുഭവിച്ചവരും ഇത് നേരിട്ട് കണ്ടവരുടെയും ഇതിലിടപെട്ടവരുടെ ഒക്കെ മെൻ്റൽ ട്രോമയുണ്ട്. സനീഷ് അന്ന് വന്ന് എന്നോട് സംസാരിച്ചത് എനിക്ക് പിടുത്തം വിട്ടുപോയിട്ടുണ്ട് സനീഷുമായിട്ട് അന്ന് സംസാരിച്ചപ്പോൾ, പലരോടും സംസാരിച്ചപ്പോൾ. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നത്.
പൊതുസ്ഥലത്ത് ഒരു അവസാനം മൂന്നാമത്തെ നാലാമത്തെ ദിവസമായപ്പോൾ ബോഡി ഡീക്കേ ആയപ്പോൾ ആ ബോഡികൾ മുഴുവൻ പിന്നെ പലയിടത്ത് ബോഡികൾ മറവ് ചെയ്യാനുള്ള ഇടങ്ങൾ പലയിടത്തും കുഴിയെടുക്കാനുള്ള തീരുമാനമെടുത്തു. ജില്ലാ ഭരണകൂടം, മന്ത്രിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ കലക്ട്രേറ്റിൽ ചെന്നു. ആ കലക്ട്രേറ്റിൽ ചെന്ന് കലക്ടറോടും മന്ത്രിമാരായ രാജൻ, റിയാസ് ഉൾപ്പെടെ എല്ലാവരോടും പറഞ്ഞു ഒരിടത്തെ മറവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഞങ്ങൾ HML പിന്നെ ചെറിയാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ ആ ഭൂമി കിട്ടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കലക്ടർ എന്നോട് പറഞ്ഞു അത് 20 സെൻറ്റ് മാത്രമേ തരൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ പറഞ്ഞ അല്ല, അവിടെ വെച്ച് മന്ത്രിമാരെ കണക്ട് ചെയ്തു. അങ്ങനെയാണ് പുത്തുമല പൊതുശ്മശാനം ഉണ്ടാകുന്നത്. ഒരു ദിവസം ആരംഭിച്ച മൃതദേഹം അടക്കം ചെയ്യൽ പിറ്റേ ദിവസം 3 മണി വരെ നീണ്ടു. ഒരു കുഴിയിൽ ഞങ്ങൾ ചെറിയ പാക്കറ്റായി വന്നതായിരിക്കുന്ന 3-4 ബോഡികൾ അടക്കം ചെയ്തിട്ടുണ്ട്. സർവ്വമത പ്രാർത്ഥന ഞങ്ങൾ അറേഞ്ച് ചെയ്തു. ഔദ്യോഗികമായിട്ടുള്ള ഗാർഡ് ഓഫ് ഓണർ കൊടുത്തു. ഞങ്ങൾ അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തി അങ്ങനെ പോയൊരു ഭൂമിയാണ്. റൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദിഖ് ഞാൻ ആദ്യം ചോദിച്ചത് ആ വിഷയത്തിൽ ഏത് തരത്തിലാണ് സിദ്ദിഖ് ഇടപെട്ടതെന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്ത് ആ സമയത്ത് തന്നെയാണ് ഈ ദുരന്ത സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുമ്പോൾ അതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് അന്നത്തെ KPCC പ്രസിഡന്റ്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് പൊതുസമൂഹം അതിനെയും കാണുന്നുണ്ട്, അതിനെ വിലയിരുത്തുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഈ പുനരധിവാസ പരിപാടികൾ ഈ മട്ടിൽ പുരോഗമിക്കുന്നു. എന്തായാലും ഇതിനു മുമ്പ് പല ദുരന്തങ്ങളും കേരളം കണ്ടതാണ്. ആ മട്ടിൽ നിന്നുമുള്ള ഒരു ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം സിദ്ദിഖ്. അവിടെ കണ്ടതിനേക്കാൾ മികച്ച പുനരധിവാസം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കെ സുധാകരനെ അടക്കമുള്ളവർ പറഞ്ഞതിന്റെ പാപഭാരമല്ല താങ്കൾ ചുമക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. സർക്കാർ പുനരധിവാസ പദ്ധതിയിലേക്ക് പണം കൊടുത്ത ഒരു MLA ആണ് ഞാൻ. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടുണ്ട്. UDFൻ്റെ MLA മാർ കൊടുത്തിട്ടുണ്ട്. എനിക്കെതിരായി കേരളം മുഴുവൻ ബ്ലോഗർമാരെ വെച്ച് സംസാരിച്ചല്ലോ ഞാൻ പണം കൊടുത്തിട്ടില്ല എന്ന്. അവസാനം ഞാൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതും OR കേളു അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് നിന്നാണ് കലക്ടർക്ക് ഞാൻ ഈ ചെക്ക് കൈമാറുന്നത്. വയനാട് കലക്ടർക്ക് ഞങ്ങളിതെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തമാക്കി പോയതാണ്. ഞങ്ങളാരാ CMDRFലേക്ക് പൈസ കൊടുക്കാത്ത MLA മാർ? ഞങ്ങൾ കൊടുത്തു, ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്, ചേർത്ത് നിർത്തിയവരാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. ഞങ്ങൾ തർക്കമില്ല. കോൺഗ്രസ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് അപ്പടി വിഴുങ്ങുന്ന പാർട്ടിയൊന്നുമല്ല. ഇതിൽ തിരുത്താനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്, തിരുത്താനുള്ള നടപടിയും സ്വീകരിക്കും. പക്ഷേ അതിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ മറ്റു കാര്യങ്ങളും കൂവി തോൽപ്പിക്കാം എന്നൊക്കെ നോക്കിയാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. സിദ്ദിഖിന് നേരെ ഉയർന്ന ഒരു കൂവലായി, സിദ്ദിഖിനെതിരെ ഉയർന്ന ഒരു കൂവലായി അത് അംഗീകരിക്കാനും കഴിയില്ല. കാരണം താങ്കൾ അവിടെ പണിയെടുത്ത ഒരാൾ തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എൻ്റെ ചോദ്യം, അതിനൊപ്പം തന്നെ അവിടെ ഉയർന്ന ആ ശബ്ദത്തെ മറ്റൊരു തരത്തിൽ കൂടി വിലയിരുത്താമല്ലോ. കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം ഉള്ളവർ ആ സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട്, നടത്തിയ പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം പാഴ്വാക്കായിപ്പോയി. അതിൻ്റെ കണക്ക് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തുന്ന സ്ഥിതിയിലേക്ക് പിന്നീട് കാര്യങ്ങളെത്തി. അതാണ് ഞാൻ ചോദിക്കുന്നത്. സിദ്ദിഖ് അവിടെ പണിയെടുത്തു എന്നുള്ളതിൽ ആർക്കും തർക്കമൊന്നുമില്ല. നമ്മളത് കാണുന്നുണ്ട്. ഒപ്പം നിന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളവരാണ് ആ കാലത്ത് തന്നെ. അതിനെക്കുറിച്ച് ഏത് തരത്തിലാണ് അത് ഹൃദയത്തിൽ താങ്കൾ എങ്ങനെയാണ് ഏറ്റിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ പ്രശ്നം, താങ്കളുടെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പലരും ഈ സാഹചര്യത്തിൽ വന്ന് മുന്നോട്ട് വന്നവരും പ്രഖ്യാപിച്ചവർക്കുമൊന്നും അവരുടെ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. അതല്ലേ? അല്ലല്ലോ, കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന, ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലമെടുപ്പ് കാര്യങ്ങളിൽ ഞങ്ങൾ നിയമപരമായ തടസ്സമുണ്ടെങ്കിൽ, ഇപ്പോൾ സർക്കാർ എടുത്തത് എസ്റ്റേറ്റ് ഭൂമിയാണല്ലോ, എലക്ഷൻ എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റോ ഏത് കാര്യം എടുക്കുകയാണെങ്കിലും ഞങ്ങൾ അതിൻ്റെ നിയമ തടസ്സം നീക്കിത്തരാം എന്നൊരൊറ്റ പ്രഖ്യാപനം നടന്നാൽ ആദ്യത്തെ മാസത്തിൽ ഇവിടെ സ്ഥലമെടുപ്പ് നടക്കും. പക്ഷെ അത് തന്നെയാണ് ഇതേ കാര്യം ഞാൻ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി സർക്കാർ സഹകരിച്ചു. ഞങ്ങളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വളരെ സമയബന്ധിതമായി പരിഹരിച്ചു തന്നു സർക്കാർ. അങ്ങനെ സർക്കാരിനെ പുകഴ്ത്തുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ ലീഗിൻ്റെ എല്ലാവരും, ഞാൻ ചോദിക്കുക, CPMൻ്റെ പ്രചരണ ജാഥ കൽപ്പറ്റയിൽ നടന്നു. കൈരളി ചാനലിൻ്റെ പ്രഖ്യാപനങ്ങൾ നടന്നു. ഈ സ്ഥലമെടുപ്പിനെതിരെ, അഴിമതി,
പിന്നെ തോട്ടഭൂമി, വലിയ രീതിയിലുള്ള ക്രമവിരുദ്ധമായ നടപടികൾ എല്ലാം പറഞ്ഞല്ലോ, നോട്ടീസ് കൊടുത്തല്ലോ, നിർമ്മാണം തടസ്സപ്പെടുത്താനുള്ള ഇടപെടലുണ്ടായി, മേപ്പാടി പഞ്ചായത്തിൻ്റെ ഇടപെടലുണ്ടായല്ലോ, എല്ലാം ഉണ്ടായല്ലോ, ലാൻഡ് ബോർഡിൻ്റെ ഇടപെടലുണ്ടായല്ലോ, എല്ലാം ഉണ്ടായല്ലോ. ആരാ ഉണ്ടായില്ല എന്ന് പറഞ്ഞ്? വലിയ രീതിയിലുള്ള തടസ്സപ്പെടുത്തലുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങളൊരു വാക്ക് പറഞ്ഞ ഇപ്പോൾ 450ഓളം വരുന്ന വീടിൽ 178 വീട് സർക്കാർ ഇപ്പോൾ പൂർത്തീകരിക്കുന്നു. ആ 170 ബാക്കിയുള്ള വീടുകൾ കൊടുക്കാനിരിക്കുന്നു. അമ്യൂണിറ്റീസ് സർക്കാർ തുടങ്ങാനിരിക്കുന്നു. അതൊക്കെ പോസിറ്റീവാണ്. ഡിലേ വന്നതിന് സർക്കാരിനെയും കുറ്റപ്പെടുത്താനില്ല. സർക്കാരിൻ്റെ കയ്യിൽ 1683 കോടി രൂപയുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ. നിങ്ങൾ ആലോചിക്കണം, 529 കോടി രൂപ സാസ്കി ഫണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന്റെ 50 വർഷത്തെ വായ്പ, 120 കോടി SDRFന്റെ മാനദണ്ഡങ്ങളിൽ ഇളവ് ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഒരൊറ്റ കാര്യം. ഇനിയിപ്പോൾ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. വലിയൊരു വേദിയായിരുന്നു, എല്ലാവരും പ്രത്യാശയും സന്തോഷവും ഒക്കെയായി ഒത്തുചേർന്ന വേദി. ആ വേദിയിൽ ഇങ്ങനെ കൂവി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, ഒരു തിക്താനുഭവം ഉണ്ടായത് താങ്കളെ സങ്കടപ്പെടുത്തിയെന്ന് ഇന്നലെ തന്നെ താങ്കൾ പറഞ്ഞു. പക്ഷേ ആ ഒരു സങ്കടത്തിൽ നിന്ന് കരകയറിയോ? എനിക്ക് തുടക്കത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി. ആ വിഷമം സ്വാഗതം പറഞ്ഞതിന് ശേഷം ഞാൻ രാജൻ മിനിസ്റ്ററോട് പറഞ്ഞു, ഇതൊരു വളരെ മോശമായിട്ടുള്ള സമീപനമാണല്ലോ, സർക്കാരിൻ്റെ വേദിയെ ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുചിതമാണല്ലോ, ഇത് ഇങ്ങനെ പോയാലോ കൈവിട്ടു പോകുമല്ലോ എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് വളരെ കൃത്യമായിട്ട് സ്വാഗതം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. പിന്നെ ഞാനിതിന് അർഹനാണോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അപ്പോൾ എനിക്കൊരു സ്വയം ബോധ്യമുണ്ട്, ഞാനിത് ഈ കൂകി വിളിക്ക് അർഹനല്ല, ഞാൻ ഇവരുടെ കൂടെ നിന്ന ആളാണ്. ഞാൻ ഇന്ന് 143 കുട്ടികളെ സർക്കാർ ഏറ്റെടുത്ത് നടത്തേണ്ടതായിരിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയ ഒരാളാണ്. ഒരൊറ്റ ഹയർ എഡ്യൂക്കേഷൻ കുട്ടിയും വീണിട്ടില്ല അവിടെ. അമേരിക്കയിൽ പഠിക്കുന്ന കുട്ടി, MBBSന് പഠിക്കുന്ന, MCAക്ക് പഠിക്കുന്ന, MBAക്ക് പഠിക്കുന്ന, MSW, BSc നഴ്സിംഗ് ഉൾപ്പെടെ GNM ഉൾപ്പെടെ വിവിധ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾ ഒരാൾ പോലും വീണിട്ടില്ല. അതിൽ 58 കുട്ടികൾ പാസ്സായി. ആ പാസ്സായതിൽ 30 കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ ഓപ്റ്റ് ചെയ്തു. അച്ഛനും അമ്മയും എല്ലാവരും പോയ സാരജ് ഉണ്ട്, വീട് പോയ സാരജ്, അവനിന്ന് മലബാർ ഗോൾഡിൽ പ്ലേസ്ഡായി. ഭാരത് ബെൻസ്, അലയൻസ് എയർ, മലബാർ ഗോൾഡ്, ഇത്യോത്തര സ്ഥാപനങ്ങളിൽ ഈ കുട്ടികൾ പ്ലേസായി. അങ്ങനെ കൂടെ നിൽക്കുന്നതായിരിക്കുന്ന ഒരു MLA ആണ്. അവരുടെ കൂടെ രാവും പകലുണ്ടായിരുന്നു. ബാക്ക് ടു ഹോം കിറ്റ് കൊടുത്തു. ബാക്ക് ടു ഹോം കിറ്റ്, സൈക്കിള്, സാധനങ്ങൾ, കിട്ടാവുന്ന എല്ലാ സംവിധാനങ്ങളെയും ക്രോഡീകരിച്ച് ഫുഡ് കിറ്റ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെയൊക്കെ നിന്നതായിരിക്കുന്ന ഒരാൾ ഇത്തരം ഒരു പ്രവർത്തനത്തിന് വിധേയനാകേണ്ടതാണോ എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ അതിന് വഴങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ബോധ്യം വന്നു, ഇതിങ്ങനെ പോകാനൊക്കില്ല. അതാണ് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, ഒരൊറ്റ ദുരന്തബാധിതനും ഈ അപശബ്ദം ഉണ്ടാക്കിയിട്ടില്ല. അവർ അവസാനം ഞാൻ സംസാരിക്കുമ്പോൾ ഈ കൂവലിനെ കവർ ചെയ്യാൻ അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ട്. അവസാനം റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പൊതുപരിപാടി, സർക്കാർ പരിപാടി രാഷ്ട്രീയമാക്കി മാറ്റിയത് അനുചിതമാണ്. ആ വേദിയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമായിരുന്നു. ദൃശ്യങ്ങളിൽ നമ്മൾ വസീഫിനെ, ഡിവൈഎഫ്ഐ നേതാവ് വസീഫിനെ കണ്ടു കേട്ടോ. അത് പറയാതിരിക്കാനല്ല, വസീഫ് അതിൽ ഓടി നടന്ന് നിങ്ങൾ കൂവരുത്, കൈയടിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് കണ്ടിരുന്നു. അത് പറഞ്ഞു പോകണമല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് വേദി ഈ കൺട്രോള് കിട്ടാത്തതായ ആളുകൾ താഴെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ കൺട്രോൾ കിട്ടൂലല്ലോ. കൺട്രോൾ കിട്ടുന്ന ആളുകൾ വേദിയിലുണ്ടല്ലോ. ആ വേദിയിൽ നിന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, എത്ര ഹർഷൻ, നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ കണ്ടതാണല്ലോ, നിങ്ങൾ വന്നതാണല്ലോ അവിടെ. ഇതിൻ്റെ തറക്കല്ലിടൽ ഉൾപ്പെടെ എത്ര പരിപാടി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി, എത്ര ഭൂമി തറക്കല്ലിടൽ, വീടിൻ്റെ ഉദ്ഘാടനങ്ങൾ, അതുപോലെ ഇവർക്കുള്ള സാമ്പത്തിക സഹായത്തിൻ്റെ വിതരണ പരിപാടികൾ, സർക്കാർ തല മീറ്റിങ്ങുകൾ, സ്വകാര്യമായ മീറ്റിങ്ങുകൾ, ഞാൻ വിളിച്ച മീറ്റിംഗ്, കലക്ടർ വിളിച്ച മീറ്റിംഗ്, പൊതുപ്രാധാന്യമുള്ള മീറ്റിങ്ങുകൾ, അവിടുത്തെ ചർച്ചിൻ്റെ മീറ്റിംഗ്, അമ്പലത്തിൻ്റെ തകർന്നതായ സ്ഥലത്ത് നടന്ന പ്രാർത്ഥനാ പരിപാടികൾ, അങ്ങനെ പള്ളിയുടെ സ്ഥലത്ത് നടന്നതായിരിക്കുന്ന പ്രാർത്ഥനകൾ, കൂടിച്ചേരലുകൾ, ഇതിൻ്റെ 1ാം വാർഷികം ഉൾപ്പെടെ നമ്മൾ 100 കണക്കിന് മീറ്റിങ്ങുകൾ നടത്തിയില്ലേ? ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ അപശബ്ദം ഉണ്ടായോ? ഉണ്ടായില്ല. അപശബ്ദം ഉണ്ടാകേണ്ട സ്ഥലമല്ല അത്. റൈറ്റ്, തീർച്ചയായും അതങ്ങനെ ഒരു സ്ഥലമല്ല.
അല്ലാതെ തന്നെ ഐക്യത്തോടെ കാര്യങ്ങൾ നടപ്പാക്കി എടുക്കേണ്ട ഒരു സ്ഥലമാണ്. മാത്രമല്ല തീർച്ചയായും ഒരു കാര്യത്തിൽ സംശയമില്ല, മാതൃകാപരമായ പുനരധിവാസം അവിടെ നടക്കുന്നു. ആ പട്ടികയ്ക്ക് പുറത്ത് പെട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കേണ്ട ബാധ്യത അത് ഏറ്റെടുത്ത കോൺഗ്രസിനുമുണ്ട്. കോൺഗ്രസ് ആ വീടുകൾ പൂർത്തിയാക്കി കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഇതേതായാലും മാതൃകാപരമായി നടക്കുന്ന ഈ പദ്ധതിയും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി കൂടെ നിന്ന് കേരളം നടപ്പാക്കുന്ന പദ്ധതിയായി തന്നെ നടപ്പാക്കി പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്നുകൂടിയാണ് നമ്മൾ ഈ സമയത്തും ആശിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ടി സിദ്ദിഖ് വളരെ നന്ദി. ഈ രാവിലെ ഇനിയിപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് കടക്കുകയാണല്ലോ, രാവിലെ തന്നെ വന്ന് ഇത്രയും വിശദമായി കാര്യങ്ങൾ സംസാരിച്ചത്. താങ്ക് യു.